എന്നാ പിന്നെ നേരത്തെ പറഞ്ഞാൽ പോലായിരുന്നു. ഈ PM ശ്രീ പദ്ധതിയിൽ ഒപ്പുവെക്കണമെന്ന് കേന്ദ്ര ഗവൺമെന്റ് ആവശ്യപ്പെട്ടപ്പോൾ എങ്കിലും നിങ്ങൾക്ക് സർവശിക്ഷ അഭിയാൻ മുഖേന ലഭിക്കേണ്ട പൈസ തരുമെന്ന് പറഞ്ഞപ്പോൾ ഇതൊരു ഇടതുപക്ഷ സർക്കാരല്ലെന്ന് മനസ്സിലാക്കി അതങ്ങ് സമ്മതിച്ചാൽ പോലായിരുന്നു. അന്ന് ഞങ്ങൾ ഒപ്പിട്ട് കൊടുത്താൽ പോലായിരുന്നു. അപ്പോഴീ പ്രശ്നങ്ങളൊന്നും ഉണ്ടാകത്തില്ലായിരുന്നല്ലോ. ഇങ്ങനെയാണ് ന്യായീകരിക്കുന്നത്. എത്ര മണ്ടൻ ന്യായീകരണങ്ങളാണ് ഇവരെ മുന്നോട്ട് വെക്കുന്നത് നോക്കൂ. സത്യം പറഞ്ഞാൽ അശ്ലീലമാണ്. CPM-ന്റെ നേതാക്കൾ പറയാൻ പറ്റുന്നതാണോ? ഇടതുപക്ഷ മുന്നണിയെ നയിക്കുന്നവർക്ക് പറയാൻ പറ്റുന്ന കാര്യമാണോ ഇതൊക്കെ? തന്ത്രമാണ് പോലും. നമ്മുടെ ശിവൻകുട്ടി മന്ത്രി പറയുക, എന്ത് തന്ത്രം? കുതന്ത്രം പോലുമല്ല. കുതന്ത്രത്തിന് കൊണ്ടൊരു ന്യായം. ഇതെന്താണ്? സാഷ്ടാംഗം കീഴടങ്ങല. കീഴടങ്ങി കിടക്കുകയാണ് BJP-യുടെ മുമ്പിൽ CPM. അതുകൊണ്ടാണ് ബിനോയ് വിശ്വം ഈ 27-ാം തീയതി നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഒരു സുപ്രസാദ ദിവസമാണ്, അല്ലെങ്കിൽ രക്ഷാ ദിവസമാണ്, ഇത് നിങ്ങൾ ഉപയോഗിക്കുകയാണ് വേണ്ടത് എന്ന് പറയുന്നത്.